വിശുദ്ധ ലിയോപോൾഡോ മാന്തിക്ക്. നമുക്ക് അധികം ആർക്കും അറിയത്തില്ലാത്ത പാതുവായിലെ ഈ വിശുദ്ധനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ സെന്റ് ജുസ്റ്റീന ചർച്ച് കണ്ടു കഴിഞ്ഞു. അതിനുശേഷം സെന്റ് ആന്റണീസ് ചർച്ച് നമ്മൾ പോയി. ഇപ്പം തിരിച്ച് നമ്മൾ വീണ്ടും ആ പ്രാത്തോ ദെല്ല വാലെ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ സെന്റ് ലിയോപോൾഡോ മാന്തിക്കിൻ്റെ ചർച്ചിലോട്ട് പോണത്. എൻ്റെ കൂട്ടത്തിലുള്ളവരെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. വിശുദ്ധ സെന്റ് ലിയോപോൾഡിൻ്റെ അടുത്തേക്ക് നമ്മൾ നടന്നാണ് വന്നിരിക്കുന്നത്. ഏകദേശം 15 മിനിറ്റ് എടുത്തായിരുന്നു. ഇങ്ങോട്ട് വരാനായിട്ട് ബസ് ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് സാന്തക്രോച്ച എന്നാണ്. ഈ ചർച്ചിൻ്റെ മുമ്പിലായിട്ടാണ് ബസ് അല്ലെങ്കിൽ ട്രാം നിർത്തുന്നത്. പ്രാത്തോ ദെല്ല വാലേന്ന് ട്രാം എടുക്കുകയാണെങ്കിൽ 4ാമത്തെ സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. അങ്ങനെ നമ്മൾ സാന്തക്രോച്ചയിലുള്ള സെന്റ് ലിയോപോൾഡോ മാന്തിക്ക് എന്ന് പറയുന്ന കുഞ്ഞു വിശുദ്ധൻ്റെ ചർച്ചിലെത്തിയിരിക്കുകയാണ്. ഈ വിശുദ്ധൻ ട്യൂമറിൻ്റെ വിശുദ്ധൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒന്ന് പരീക്ഷിക്കാനായിട്ട് 9 വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അതിന് പരമായിട്ട് എനിക്ക് ഒരു സൗഖ്യം ലഭിച്ചു. ആ സാക്ഷ്യം ഞാൻ പിന്നീട് പറയാവേ. 1866 ക്രൊവേഷ്യയിൽ ജനിച്ച കപ്പൂച്ചൻ സന്യാസിയും കത്തോലിക്ക പുരോഹിതനുമായ വിശുദ്ധൻ 1942 ജൂലൈ 30 തൻ്റെ 76ാമത്തെ വയസ്സിൽ പാതുവായിൽ ഇവിടെ വെച്ച് മരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തെയും ഉയരത്തെയും ബാധിക്കുന്ന വൈകല്യങ്ങൾ അദ്ദേഹം അനുഭവിച്ചിരുന്നു. അദ്ദേഹത്തിന് കേവലം 1.35 മീറ്റർ മാത്രമാണ് ഉയരം ഉണ്ടായിരുന്നത്. നിങ്ങൾ നോട്ട് ചെയ്ത് അവിടെ ഇരിക്കുന്നത് ഒരു തെങ്ങിൻ്റെ തൈയാണ്. അതിൻ്റെ ഉയരമില്ലായ്മ ആ പ്രതിമയിൽ തന്നെ നമുക്ക് നോട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ വൈകല്യങ്ങൾക്കിടയിലും അദ്ദേഹം ആത്മീയ ശക്തി വളരെയധികം വികസിപ്പിച്ചെടുത്തിരുന്നു. നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തു കിടന്നു. ഈ പള്ളിയുടെ പുറത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കബറിടം, അതായത് അഴുകാത്ത ശരീരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇപ്പം 2-3 തീർത്ഥാടകർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരെ ശല്യപ്പെടുത്താതെ നമുക്ക് മുമ്പോട്ട് പോകാം. ഇതിനടുത്തായിട്ട് വിശുദ്ധ ലിയോപോൾഡിൻ്റെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. അതിനടുത്തായിട്ട് അവരൊരു കെടാവിളക്കും വെച്ചിട്ടുണ്ട്. രൂപത്തിൻ്റെ അടിയിലായിട്ട് അവരെഴുതി വെച്ചിട്ടുണ്ട് രോഗികളുടെ മധ്യസ്ഥൻ, പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളുടെ. ഇനിയും കബറിടത്തിൻ്റെ അവിടെ തിരക്ക് തീരാത്തത് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയി ഒരു സ്പെഷ്യൽ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാണ് കാരിയേജ് ഓഫ് മിറക്കിൾ. 1934 സെന്റ് ലിയോപോൾഡോ നടത്തിയ ലൂർദ് സന്ദർശനത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആശ്രമത്തിലേക്ക് പോകുവാനായിട്ട് അഗസ്തോ ഫെർമന്തസ് എന്ന് പറയുന്ന ഒരാൾ തൻ്റെ കുതിരവണ്ടിയിൽ ഒരു ലിഫ്റ്റ് കൊടുത്തിരുന്നു. ആ കുതിരവണ്ടിയാണിത്. ഈ മടക്കയാത്രയിൽ വിശുദ്ധൻ ഒരു പ്രവചനം നടത്തിയിരുന്നു. അതായത് ആശ്രമവും പരിസരവും ബോംബ് സ്ഫോടനത്തിൽ നശിക്കുമെന്നും എന്നാൽ തൻ്റെ കുമ്പസാരക്കൂട് മാത്രം നിലനിൽക്കുമെന്നും. അതിനുശേഷം 1944 ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുകയും ചെയ്തു. നിങ്ങൾ ഈ വിശുദ്ധൻ്റെ ശരീരത്തെ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ വലത് കൈ ഇല്ലെന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കൈപ്പത്തി ഈ ഖബറിടത്തിൻ്റെ ജസ്റ്റ് പുറകിലായിട്ട് ഭിത്തിയിൽ ഒരു നിക്കായ്ക്കകത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പള്ളിയോട് ചേർന്നുള്ള ആശ്രമത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് കയറുകയാണ്. ഇത് വിശുദ്ധൻ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പള്ളിയുടെ ഭാഗങ്ങളാണ്. അതായത് 1, 2 ലോകമഹായുദ്ധങ്ങളെ അതിജീവിച്ച ഭാഗങ്ങളാണ് ഇവയെല്ലാം. എല്ലാം അതിൻ്റെ തനിമ ഒന്നും നഷ്ടപ്പെടാതെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പള്ളി പണിതത്. നമ്മൾ വിശുദ്ധൻ്റെ വലത് കൈ സൂക്ഷിച്ചിരിക്കുന്ന ചാപ്പലിലോട്ടാണ് കയറാൻ പോണത്. ഞാൻ എനിക്കുണ്ടായ സൗഖ്യം പറയാം. അതായത് 9 വർഷം മുമ്പ് ഞാൻ സൈക്കിളിൽ നിന്ന് വീണതിനെ തുടർന്ന് എൻ്റെ വലത് കൈയുടെ തമ്പിനോട് ചേർന്ന് 2 വർഷമായിട്ടൊരു മുഴയുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു പരീക്ഷണാർത്ഥം വിശുദ്ധൻ്റെ കൈയോട് ചേർത്ത് എൻ്റെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. നാളുകളായിട്ട് വേദനയില്ലാത്ത ആ മുഴയുടെ ഭാഗത്ത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ശരിക്കും റെഡ്നെസ് ഉണ്ടായി. ഞെക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വന്നതാണ് ആ മുള്ള്. ബ്ലഡോ ഒരു തുള്ളി പസോ അതിനകത്തുനിന്ന് വന്നില്ലെന്നുള്ളതാണ് മറ്റൊരു സത്യം. സത്യത്തിൽ എനിക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കും ഒരു ഞെട്ടിച്ച സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് 2 വർഷം ഒരു വേദനയോ കാര്യങ്ങളോ ഇല്ലാതെ കൊണ്ട് നടന്ന ആ മുഴയിൽ നിന്ന് പുറത്തു വന്ന മുള്ള്. ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് വിശുദ്ധ ലിയോപോൾഡിൻ്റെ കുമ്പസാരക്കൂടിയിരുന്ന മുറിയിലേക്കാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 1934 ലൂർദ് യാത്രക്കിടയിൽ പ്രവചിച്ച പ്രവചനത്തിൻ്റെ നേർക്കാഴ്ച. കുമ്പസാരക്കൂടിൻ്റെ 4 ഭിത്തിയും ഒരു കുഴപ്പവും ഇല്ലാതെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. താഴെ കാണുന്നതാണ് അദ്ദേഹം കുമ്പസാരത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെയർ. ഇതിനടുത്ത് തന്നെ കുമ്പസാരിക്കുന്ന ആൾ മുട്ടുകുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം അവിടെയുണ്ട്. അടുത്തായിട്ട് ഒരു ടേബിളിൽ ഒരു പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി വെക്കാനായിട്ട് ഒരു വലിയൊരു പുസ്തകവും വെച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ, പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് അവിടെ നമുക്ക് എഴുതി വെക്കാം. സെന്റ് ലിയോപോൾഡോ അറിയപ്പെടുന്നത് കുമ്പസാരത്തിൻ്റെ അപ്പസ്തോലൻ എന്നുകൂടിയാണ്. അദ്ദേഹം മണിക്കൂറുകളോളം ഒരു ദിവസത്തിൻ്റെ 10-12 മണിക്കൂർ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചിരുന്നെന്നാണ് പറയപ്പെടുന്നത്.
കുമ്പസാരക്കൂടിനെ അദ്ദേഹം തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ യുദ്ധക്കളമായി കണ്ടതിനെ തുടർന്ന് സ്വഭാവത്തിൽ വളരെയധികം ക്ഷമയും സൗമ്യതയും വികസിപ്പിച്ചെടുത്തു. പശ്ചാത്താപിക്കുന്നവരോട് അദ്ദേഹത്തിന് വളരെയധികം കാരുണ്യമുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ കപ്പൂച്ചിൻ ആശ്രമത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, അതായത് തീർത്ഥാടകർക്ക് പെർമിഷനുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾക്കെല്ലാം കയറി കാണുകയാണ്. ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം വൃത്തിയായും ഭംഗിയായും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. 1983 ഒക്ടോബർ 16 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. 1942 ജൂലൈ 30 അന്നനാളത്തിലെ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം മരിക്കുന്നത്. മരിക്കുന്ന ദിവസം അദ്ദേഹം കുർബാനയ്ക്ക് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. മരണക്കിടക്കയിൽ അദ്ദേഹത്തിൻ്റെ സഹസന്യാസിമാർ കണ്ടത് സാൽവേ റെജീന എന്നുള്ള പാട്ട് പാടി മരിക്കുന്നതായിട്ടാണ് കണ്ടത്. അതായത് പരിശുദ്ധരാജ്ഞിയുടെ പാട്ടുരൂപം. ഈ ഫോട്ടോയിലോട്ടൊന്ന് നോക്കിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു 1934 സെന്റ് ലിയോപോൾദോ നടത്തിയ ഒരു ലൂർദ് തീർത്ഥാടനത്തെക്കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? അതിലുണ്ടായിരുന്ന തീർത്ഥാടകരുടെ ഗ്രൂപ്പ് ഫോട്ടോയാണിത്. സെന്റ് ലിയോപോൾദിന്റെ സന്തുവാറിയത്തിലെ ഇന്നർ കോർട്ട്യാർഡിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് പ്രവേശിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. നമുക്കിവിടെ ഒന്ന് വിശ്രമിക്കാനും ഒക്കെ സാധിക്കും. ഈ അങ്കണം നല്ല ചെടികൾ കൊണ്ടും അതിൻ്റെ ഭിത്തികളെല്ലാം മൂറൽ പെയിന്റിങ്സ് കൊണ്ടുമാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കിണറാണ്. ഈ പ്രദേശം ചതുപ്പ് നിലമായിരുന്നതിനാൽ പ്രദേശവാസികൾക്ക് ശുദ്ധജലത്തിനായി ഈ കിണറിനെയാണ് ആശ്രയിച്ചിരുന്നത്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ആക്റ്റീവായിട്ടുള്ള ഒരു കിണർ കാണുന്നത്. 1554 ഈ കപ്പൂച്ചിൻ ആശ്രമം സ്ഥാപിക്കുന്നത്. അന്നു മുതലേ ഈ കിണറും ഇവിടെയുണ്ട്. ഇതാണ് വിശുദ്ധൻ ഉപയോഗിച്ചിരുന്ന സന്ദർശക മുറി. അന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും വീട്ടുപകരണങ്ങളുമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കാര്യമാണ് അവിടെ ആ വാതിലിൻ്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ ഭിത്തികളിൽ മുഴുവനും അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ കാണാൻ സാധിക്കും. ഗ്രൂപ്പ് ഫോട്ടോകളിൽ ശ്രദ്ധിക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉയര വ്യത്യാസം കൃത്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടുത്തെ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പം ഫ്രീ ആയിട്ട് 2 കീ ചെയിനുകൾ തന്നു. ഒന്ന് എൻ്റെ ജോയലിനും ഒന്ന് ബ്രദർ ജോയലിനും കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞു വിശുദ്ധൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾ പാതുവായിക്ക് വരുമ്പോൾ ഈ വിശുദ്ധൻ്റെ അടുത്തൂടെ വിസിറ്റ് ചെയ്യാൻ മറക്കരുതേ.